നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life Easy. ലാവ്ലിൻ കേസിൽ സർക്കാരിന് കനത്ത തിരിച്ചടി. ഹർജികൾ ഹൈക്കോടതി 2 മാസത്തേക്ക് മാറ്റി. സർക്കാരിന് എന്താണ് ഇത്ര തിടുക്കമെന്ന് ഹൈക്കോടതി. രാഷ്ട്രീയ ലക്ഷ്യത്തിന് കോടതിയെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. ഉമ്മൻചാണ്ടിക്കേറ്റ പ്രഹരമെന്ന് CPIM. ജുഡീഷ്യറിയെ മാനിക്കുന്നുവെന്ന് ഉമ്മൻചാണ്ടി. ആധുനികവൽക്കരണത്തിന് ഊന്നൽ നൽകി റെയിൽവേ ബജറ്റ്. യാത്രാ ചരക്ക് കൂലി വർധനവില്ല. 5 പുതിയ ട്രെയിൻ സർവീസുകൾ. തിരുവനന്തപുരത്തെ സബർബൻ ലൈൻ. ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നവീകരണം. കേരളത്തിന് വൻ നീക്കിയിരിപ്പ്. കൂടുതൽ സീറ്റിന് KM മാണിക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കി ജോസഫ് വിഭാഗം. 6 സീറ്റ് വേണമെന്ന് PJ ജോസഫ്. പാർട്ടിയിൽ ഭിന്നതയില്ലെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് KM മാണി. പ്രശ്നങ്ങൾ എപ്പോഴും ഇല്ലേ? പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് ഭിന്നിപ്പെന്നുള്ള അർത്ഥമല്ല. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പല സീറ്റ് ഡിസ്കഷൻ പ്രശ്നമില്ലേ? ഒഴിവ് വന്നതിൽ ഒരു രാജ്യസഭാ സീറ്റ് JDU-വിന് നൽകുമെന്ന് ഉമ്മൻചാണ്ടി. UDF-മായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് MP വീരേന്ദ്രകുമാർ. JNU വിഷയത്തിലെ കോൺഗ്രസ് CPIM ഒരുമ ബംഗാൾ മുന്നിൽ കണ്ടാണെന്ന് അരുൺ ജെയ്റ്റ്ലി. ക്യാമ്പസിൽ രാജ്യദ്രോഹ പ്രവർത്തനം നടന്നു. പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന് സീതാറാം യെച്ചൂരി. പാർലമെന്റ് ആക്രമണ കേസിൽ അഫ്സൽ ഗുരുവിന്റെ പങ്കിനെക്കുറിച്ച് സംശയമുണ്ടെന്ന് P ചിദംബരം. ചെലവന്നൂർ കായൽ കയ്യേറ്റ കേസിൽ നടൻ ജയസൂര്യക്കെതിരെ കേസെടുക്കാൻ വിജിലൻസ് കോടതി ഉത്തരവ്. മുംബൈ സ്ഫോടന കേസിൽ സഞ്ജയ് ദത്ത് ജയിൽ മോചിതനായി. സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണം എളുപ്പമല്ലെന്ന് സഞ്ജയ് ദത്ത്. ഇറ്റ് ഈസ് വിശദമായി. SNC ലാവ്ലിൻ കേസ് തെരഞ്ഞെടുപ്പ് വിഷയമാക്കാനുള്ള UDF നീക്കം പാളി. കേസിൽ അടിയന്തര വാദം കേൾക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി റിവിഷൻ ഹർജികൾ 2 മാസത്തിന് ശേഷം പരിഗണിക്കാമെന്ന് അറിയിച്ചു. ഈ കേസിൽ വാദം കേൾക്കാൻ സർക്കാരിന് എന്താണ് ഇത്ര തിടുക്കമെന്ന് ഹൈക്കോടതി ചോദിച്ചു. കോടതിയെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അനുവദിക്കില്ലെന്നും സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഹർജികളിൽ വാദം കേൾക്കുന്നത് നീട്ടിവെക്കണമെന്ന CBI നിലപാടും ശ്രദ്ധേയമായി. SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ തിരുവനന്തപുരത്തെ പ്രത്യേക CBI കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാരും CBIയും സമർപ്പിച്ച റിവിഷൻ ഹർജികൾ ജസ്റ്റിസ് P ഉബൈദിന്റെ ബെഞ്ചിലായിരുന്നു പരിഗണനയ്ക്ക് വന്നത്. ഉച്ചതിരിഞ്ഞ് 1:45 കോടതിയിലെത്തിയ CBI അഭിഭാഷകൻ കേസ് നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാർച്ച് 17 വരെ കേസിൽ വാദം കേൾക്കരുത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ കേസിൽ ഹാജരാകുന്നതുകൊണ്ട് കൂടുതൽ സമയം വേണമെന്നും CBI അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ഘട്ടത്തിൽ കോടതിയിലുണ്ടായിരുന്ന സർക്കാർ അഭിഭാഷകൻ കേസ് നീട്ടുന്നതിനെ എതിർത്തു. കേസിൽ കക്ഷി ചേർന്നിരുന്ന KM ഷാജഹാനും CBI നിലപാടിനെ തള്ളി. സർക്കാരിന് ഈ കേസിൽ എന്താണ് ഇത്ര തിടുക്കമെന്ന് ജസ്റ്റിസ് P ഉബൈദ് ഇതിനിടെ ചോദിച്ചു. സർക്കാരിന് രാഷ്ട്രീയ താല്പര്യമാണ് ഈ കേസിലുള്ളതെന്ന് എതിർഭാഗം അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കോടതിയെ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ജസ്റ്റിസ് P ഉബൈദ് വ്യക്തമാക്കി. 2000 മുതലുള്ള കേസുകൾ ഈ കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ്. ഈ കേസിന് മാത്രമായി എന്താണ് ഇത്ര അടിയന്തര പ്രാധാന്യമെന്നും കോടതി ചോദിച്ചു. 2 മാസത്തിന് ശേഷം ഹർജികളിൽ വാദം കേൾക്കാമെന്ന് ജസ്റ്റിസ് P ഉബൈദ് പറഞ്ഞു. സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന DGP T ആസഫ് അലി ഇതിനിടെ കോടതിയിലെത്തി. അദ്ദേഹം എത്തുമ്പോഴേക്കും നടപടികൾ ഏതാണ്ട് പൂർത്തിയായിരുന്നു. നേരത്തെ T ആസഫ് അലി കേസിൽ ഹാജരാകുന്നതിനെ എതിർത്ത് പ്രതിഭാഗം ഹർജി നൽകിയിരുന്നു. സർക്കാരിന്റെ അനുമതി പോലുമില്ലാതെ ഏകപക്ഷീയമായി DGP തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നുവെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. കേസുമായി ബന്ധപ്പെട്ട ചില പ്രധാന രേഖകൾ സർക്കാരും രാവിലെ സമർപ്പിച്ചിരുന്നു. ലാവ്ലിൻ കേസിലെ ഹർജികളിൽ അടിയന്തര വാദം കേൾക്കാമെന്ന് സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ജസ്റ്റിസ് P ഉബൈദ് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഈ സാഹചര്യത്തിലായിരുന്നു ഹർജികൾ ഇന്ന് പരിഗണനയ്ക്കും വന്നത്. ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവോടെ SNC ലാവ്ലിൻ കേസിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനി ഒന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. ലാവ്ലിൻ കേസ് തെരഞ്ഞെടുപ്പ് വിഷയമാക്കാനുള്ള UDF-ന്റെ തന്ത്രം ഇതോടെ തകർന്നടിയുകയും ചെയ്തു. S വിജയകുമാർ, റിപ്പോർട്ടർ, കൊച്ചി. രാജ്മോഹൻ ഉണ്ണിത്താൻ, PM മനോജ്, MT രമേശ്, ജേക്കബ് ജോർജ്, KM ഷാജഹാൻ തുടങ്ങിയവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. അതിനു മുമ്പ് S വിജയകുമാർ നമ്മോടൊപ്പം ചേരുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് എടുക്കുമ്പോൾ ഹാജരായിരുന്ന അഭിഭാഷകൻ, ഞങ്ങളുടെ ലേഖകൻ വിജയകുമാർ. സർക്കാർ പറയുന്നതിൽ കഴമ്പുണ്ട് എന്നും ഫെബ്രുവരി 3-ാം വാരം എടുത്ത് എളുപ്പത്തിൽ തീർക്കാം എന്ന് പറഞ്ഞ ജസ്റ്റിസ് ഉബൈദ് തന്നെ ഘടകവിരുദ്ധമായ നിലയിലാണ് ഇന്ന് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പറയുന്നത്, I do not know why the government is very particular to have this case heard immediately. It is alleged by the other side that the government makes such a request on political grounds. All are cautioned that judicial flow shall not be used for political ends എന്നാണ്. ഇതൊരു രാഷ്ട്രീയ പ്രേരിത കേസായി കഴിഞ്ഞ തവണ ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഉബൈദ് കണ്ടിരുന്നില്ല. ഇപ്പോഴത് കാണുന്നു. എന്തുകൊണ്ടാണ് ഈ മലക്കമറിച്ചൽ?
കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ, അതായത് സംസ്ഥാന സർക്കാർ ഈ കേസിൽ അടിയന്തരമായി വാദം കേൾക്കേണ്ട സാഹചര്യം അന്ന് DGP കോടതിയിൽ വിശദീകരിച്ച ഘട്ടത്തിൽ അന്ന് പിണറായി വിജയന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് MK ദാമോദരൻ, മുതിർന്ന അഭിഭാഷകൻ MK ദാമോദരൻ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ടായിരുന്നു. കോടതി ഒരു കാര്യം ശ്രദ്ധിക്കണം, പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ നയിക്കാൻ ഒരുങ്ങുന്നു. അദ്ദേഹം ഒരു യാത്ര കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് ഈ കേസ്, ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് എന്നായിരുന്നു അന്ന് MK ദാമോദരൻ കോടതിയിൽ വാദിച്ചത്. അതിന് മറുപടി പറഞ്ഞത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസഫ് അലിയുടെ മറുപടിയേക്കാൾ അപ്പുറം കോടതി ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്ന് ജസ്റ്റിസ് P. ഉബൈദ് തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വിജയനും യാത്രയും ഒന്നും കോടതിയിൽ വിഷയമല്ല, നിയമപരമായി എൻ്റെ മുന്നിൽ വന്ന പ്രശ്നം അത് ആ നിലയിൽ കൈകാര്യം ചെയ്യുന്നു എന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് ജസ്റ്റിസ് P. ഉബൈദ് തന്നെ അന്നൊരു വിശദീകരണം ഈ വിഷയത്തിൽ നൽകിയതാണ്. ആ ഒരു ഘട്ടത്തിൽ കേസ് ഫെബ്രുവരി അവസാന വാരം ലിസ്റ്റ് ചെയ്യാനും കോടതി തീരുമാനിക്കുന്നു. അന്ന് കോടതി പറഞ്ഞത് ഈ വിഷയം ഈ കോടതിയുടെ മുൻപാകെ 10-15 വർഷം പഴയ കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ആ കേസുകൾ ഒക്കെ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനൊപ്പം പരിഗണിക്കാനുള്ള പ്രാധാന്യം ഇതിനുണ്ട്. കാരണം സർക്കാർ പറയുന്നു ഇത് അഴിമതിയും ഖജനാവിൻ്റെ നഷ്ടവും ബന്ധപ്പെടുന്ന കണക്കാണ് ഈ കേസ് എന്ന് പറയുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ഇതിൽ പൊതു താല്പര്യമുണ്ട് എന്ന് കോടതി മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് 10-15 വർഷമുള്ള പഴക്കമുള്ള കേസുകളോടൊപ്പം അതിനോടൊപ്പം പരിഗണിക്കേണ്ട പ്രാധാന്യം ഇതിനുമുണ്ട്. അതുകൊണ്ട് ഇതിൽ ഒരു അടിയന്തരവാദം കേൾക്കാം. അടിയന്തരവാദം എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച അടുത്ത ആഴ്ചയോ കേസ് കേൾക്കാമെന്നല്ല, ഫെബ്രുവരി അവസാന വാരത്തോടെ, 3rd week or last week of February എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ആഴ്ചയിൽ ഇത് പരിഗണിക്കാൻ, ഇത് ലിസ്റ്റ് ചെയ്യാൻ രജിസ്ട്രാറിന് നിർദ്ദേശം നൽകാമെന്നായിരുന്നു ജസ്റ്റിസ് P. ഉബൈദ് അന്ന് ഈ ഉത്തരവിൽ എഴുതിയിരുന്നത്. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് ഏതാണ്ട് ഒരു പേജും ഒരു 1.5 പേജ് പോലും ഇല്ലാത്ത ഇന്നത്തെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. അതിന് ആദ്യ ഭാഗത്തുകൂടി നമ്മൾ വായിക്കുമ്പോൾ അന്ന് അദ്ദേഹം ആ ഉത്തരവിട്ടതിൽ ഒരു വിശദീകരണം എന്ന നിലയിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, കോടതി പറയുന്നത്, ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ കേസ് പരിഗണിക്കാം എന്ന് ആ നേരത്തെ ഉത്തരവിൽ സൂചിപ്പിച്ചതിനർത്ഥം ഇത് അന്തിമമായി വാദം കേൾക്കാമെന്നായിരുന്നില്ല, ഈ കേസ് പരിഗണിക്കാമെന്നായിരുന്നു പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് നിലവിൽ 2000 തൊട്ട് ഈ കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. വിജയകുമാർ, കഴിഞ്ഞ വിധിയിൽ ജസ്റ്റിസ് ഉബൈദ് പറഞ്ഞത് ഫെബ്രുവരി 3-ാം ആഴ്ച ഈ വിഷയം ഞാൻ എടുത്ത് വേഗത്തിൽ തീർക്കാം എന്നാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ താല്പര്യമുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ 2 മാസം കഴിയുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏപ്രിലിൽ വെക്കേഷൻ തുടങ്ങുകയാണ്. ഏപ്രിലിൽ വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ജൂൺ മാസത്തോടു കൂടി മാത്രമേ ഈ കേസിന് വീണ്ടും മെൻഷൻ ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൂ എന്ന് വരികിൽ ഈ ബെഞ്ചിന് കീഴിൽ തന്നെ ആയിരിക്കണം ഈ വിഷയം വരിക എന്നുപോലും ഉറപ്പില്ല. ഒരിക്കലും അങ്ങനെ ഈ ബെഞ്ചിന് കീഴിൽ ഈ കേസ് മധ്യവേനൽ അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ പരിഗണിക്കാം എന്ന് ഒരു ഉറപ്പും ഈ ഘട്ടത്തിലില്ല. അന്ന് ഒരു കാര്യം കൂടി നികേഷ് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അന്ന് ജസ്റ്റിസ് P. ഉബൈദിന്റെ ഉത്തരവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വരി ഉണ്ടായിരുന്നു. സസ്റ്റൈനബിലിറ്റി ഓഫ് ദ ട്രയൽ കോർട്ട് ജഡ്ജ്മെന്റ് അണ്ടർ ഡൗട്ട്ഫുൾ എന്ന വാക്കായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്. വിചാരണ കോടതി ഉത്തരവിന്റെ നിലനിൽപ്പ് സംശയാസ്പദമാണെന്ന വാക്കുകൂടി എന്ന ഒരു നിഗമനം കൂടി അദ്ദേഹം ഈ ഉത്തരവിൽ എഴുതിയിരുന്നു. അന്നിനെ ഇതിന്റെ മെറിറ്റിലേക്ക് കടന്ന് ഒരു പരാമർശം കോടതി നടത്തിയെന്ന് ആ ഉത്തരവിനെ പറ്റിയുള്ള ചർച്ചകളിൽ ചില നിയമജ്ഞർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു എന്നത് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം. മധ്യവേനൽ അവധിക്ക്, അതായത് ഇപ്പോഴത്തെ നിലയിൽ ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ മധ്യവേനൽ അവധിക്കായി കോടതികൾ അടയ്ക്കുകയാണ്. പിന്നീടുള്ളത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലുള്ള അവധിക്കാല സിറ്റിംഗുകൾ മാത്രമാണ് കോടതിയിലുള്ളത്. അത് 2-3 കോടതികൾ മാത്രമേ ഈ ദിവസങ്ങളിൽ ചേരാറുള്ളൂ. അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ അവധിക്കാല സിറ്റിംഗുകളാണ് ഉള്ളത്. ഒരു കാരണവശാലും ആ ബെഞ്ചിന് മുൻപാകെ ലാവ്ലിൻ കേസിലെ ഈ റിവിഷൻ ഹർജികൾ ഒന്നും വരില്ല. പിന്നീട് ജൂണിൽ മധ്യവേനൽ അവധിക്ക് ശേഷം കോടതികൾ തുറക്കുമ്പോഴാണ്. അങ്ങനെ കോടതികൾ തുറക്കുമ്പോൾ ഈ ഇപ്പോഴുള്ള ബെഞ്ചുകളുടെ സിംഗിൾ ബെഞ്ചുകളുടെ ഒക്കെ ഘടന മാറും. പുതിയ സിംഗിൾ ബെഞ്ചുകളും, ഈ സിംഗിൾ ബെഞ്ചിൽ ഇപ്പോഴുള്ള പല ജഡ്ജിമാരും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകും. പുതിയ സിംഗിൾ ബെഞ്ചുകൾ ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ഒരു ബെഞ്ചിലേക്കായിരിക്കും ഈ റിവിഷൻ പെറ്റീഷനുകൾ പോവുക. അത് ഏതാണ് എന്നത് ഇപ്പോൾ നമുക്ക് വീണ്ടും ജൂണിലേക്ക് പോവുകയാണെങ്കിൽ, വിജയകുമാർ, ഈ കേസ് ജൂണിലാണ് ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ
പുതിയ സർക്കാരായിരിക്കും, LDF ആണോ UDF ആണോ എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ. ആ പുതിയ സർക്കാർ ഈ കേസിൽ കക്ഷി ചേരേണ്ടതുണ്ടോ, കക്ഷി ചേരാതിരിക്കണോ എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട് മറ്റൊരു സർക്കാരാണ് എങ്കിൽ. മാത്രമല്ല, ഈ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കീഴിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായ ടി ആസഫ് അലിക്കാണ് ഈ വിഷയം ഇപ്പോൾ പരിഗണനയ്ക്കെടുക്കണം എന്ന പ്രത്യേക താല്പര്യമുള്ളത്. ജൂണിൽ ഒരുപക്ഷെ ഈ സർക്കാർ അധികാരത്തിൽ തുടരും, അല്ലെങ്കിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരും. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ആ സർക്കാരിന് അതങ്ങനെ പെട്ടെന്ന് പരിഗണിക്കേണ്ട വിഷയമാണോ എന്നത് സംബന്ധിച്ച് ഒരിക്കൽ കൂടി കോടതിയെ തങ്ങളുടെ പുതുക്കിയ തീരുമാനം അറിയിക്കാൻ കഴിയില്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഒരുപക്ഷെ പുതിയ സിംഗിൾ ബെഞ്ച് ഈ കാര്യത്തിൽ അപ്പോൾ പരിഗണിക്കണോ എന്ന വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക? സ്വാഭാവികമായും ഇക്കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് 2 മാസത്തിന് ശേഷം ഈ കേസ് പരിഗണിക്കാൻ ഇപ്പോൾ ഒരു സിംഗിൾ ബെഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. റിവിഷൻ പെറ്റീഷനുകൾ 2 മാസത്തിന് ശേഷം പരിഗണിക്കുന്ന ബെഞ്ച് ഏതാണോ ആ ബെഞ്ചിന് മുൻപാകെ സ്വാഭാവികമായും ഈ റിട്ടേൺ ഓർഡറിന്റെ സാഹചര്യത്തിൽ രജിസ്ട്രി, ഹൈക്കോടതിയുടെ രജിസ്ട്രി ഈ ഉത്തരവ് പോസ്റ്റ് ചെയ്യും. ഈ റിവിഷൻ ഹർജികൾ പോസ്റ്റ് ചെയ്യും. ആ റിവിഷൻ ഹർജികൾ പോസ്റ്റ് ചെയ്യുന്നത് ഏത് സിംഗിൾ ബെഞ്ചാണോ ആ ബെഞ്ചിന് മുൻപാകെ ആ ഘട്ടത്തിലുള്ള സർക്കാരോ അവരുടെ അഭിഭാഷകരോ അവരുടെ നിലപാട് വ്യക്തമാകും. ഇതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി ഉള്ളത്, സർക്കാർ ഇതിൽ അടിയന്തര ഹിയറിംഗ് ആവശ്യപ്പെട്ടു. അത് കോടതിയുടെ പരിഗണനയിൽ വരികയും കോടതി 2 മാസത്തേക്ക് 2 മാസത്തിന് ശേഷം അത് കേൾക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ സർക്കാരിനെ ഇതിനോടകം തന്നെ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. ഒന്ന്, സ്വമേധയാ സർക്കാരിന്റെ അപേക്ഷ കോടതി പരിഗണിച്ച് കക്ഷി ചേർത്തു. മറ്റൊന്ന്, KM ഷാജഹാനും നന്ദകുമാറും നൽകിയ ഹർജിയിൽ സർക്കാരിനെ എതിർകക്ഷിയാക്കി വെച്ചിട്ടുമുണ്ട്. ഇതിൽ സർക്കാർ നിലവിൽ കക്ഷിയാണ് ഈ കേസിൽ. ഇനി ഇതിൽ കക്ഷി ചേരേണ്ടത് ഉണ്ടായിരുന്നില്ല എന്നതാണ് വരാനിരിക്കുന്ന സർക്കാരിന്റെ തീരുമാനമെങ്കിൽ അതിന് അപേക്ഷ നൽകണം. ആ അപേക്ഷ കോടതി അംഗീകരിക്കണം. അംഗീകരിക്കുമോ ഇല്ലയോ തുടങ്ങിയ വിഷയങ്ങൾ നിയമപരമായി പരിഗണിക്കപ്പെടേണ്ട കുറെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. സർക്കാർ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതികൾ സ്വീകരിക്കുന്ന കീഴ്വഴക്കം ഭരണകൂടത്തിൽ, ഭരണതലത്തിൽ മന്ത്രിസഭകൾ മാറും, പക്ഷെ ഒരു ഗവൺമെന്റ് എന്ന സംവിധാനം അതേ നിലയിൽ തുടരും. ഗവൺമെന്റ് മാറുന്നതിനനുസരിച്ച് നിയമ നടപടികൾക്കോ നിയമ സംവിധാനങ്ങൾക്കോ കോടതിയിലെ വ്യവഹാരങ്ങൾക്കോ മാറ്റം വരുത്തുക അത് കോടതികൾ സാധാരണഗതിയിൽ അനുവദിക്കാറില്ല. ഒരു ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിന് ഘടകവിരുദ്ധമായ തീരുമാനം വേറൊരു ഗവൺമെന്റ് കോടതിയിൽ സ്വീകരിച്ചാൽ അതിനെ കോടതികൾ വലിയ തോതിൽ വിമർശിക്കുകയും അതിന്റെ മെറിറ്റിലേക്ക് ഇറങ്ങി ആ വിഷയം ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നേരത്തെയും കോടതികളുടെ ഒരു കീഴ്വഴക്കമാണ്. നഷ്ടം വരുത്തിയ ഇടപാടല്ല എന്ന് LDF സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു. സ്വാഭാവികമായും LDF ആണ് എങ്കിൽ ഇക്കാര്യത്തിൽ വിചാരണ കോടതിയുടെ വിധി തന്നെയാണ് അന്തിമ വിധി എന്നും അതിന്മേൽ ഇനിയും വീണ്ടും രാഷ്ട്രീയമായി അപ്പീൽ പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള UDF വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഇപ്പോഴെടുത്ത നിലപാട് ചിലപ്പോൾ ആവർത്തിച്ചേക്കാം എന്ന് മാത്രം. ആദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, UDF സർക്കാരിൻ്റെ കാലത്ത് വിജിലൻസും UPA സർക്കാരിൻ്റെ കാലത്ത് CBIയും ഈ കേസിൽ ഒന്നുമില്ല എന്ന് കണ്ടുവിട്ടയച്ചതാണ്. ഇപ്പോൾ വീണ്ടും UDF സർക്കാരിൻ്റെ കാലത്ത് UDF സർക്കാരിൻ്റെ മാത്രം താല്പര്യത്തിൽ ഹൈക്കോടതിയിൽ വേഗം റിവിഷൻ ഹർജി കേൾക്കണം എന്ന് പറഞ്ഞു പോയപ്പോഴും ഇതിൽ സർക്കാരിന് രാഷ്ട്രീയ താല്പര്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും ഈ വിഷയം വിടാറായില്ലേ? നികേഷേ, നമ്മളൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആ ചാനൽ ചർച്ചയിൽ അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ വേണം പറയാൻ. ഇത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ഇതിനകത്ത് അഴിമതി നടന്നുവെന്നും സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടെന്നും കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് KPCC നിയോഗിച്ച ആളല്ലല്ലോ ഈ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അപ്പം കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ആദ്യമായിട്ട് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞത്. മാത്രമല്ല, ഇവിടെ ഒരു കുറ്റപത്രം CBI ആണ് തയ്യാറാക്കി വിജിലൻസ് കോടതി CBI കോടതി കൊടുത്തത്. അപ്പോൾ ആ CBI കോടതി എന്ന് പറയുന്ന ഒരു ട്രയൽ കോർട്ടാണ്. ട്രയൽ കോർട്ടിന്റെ ജോലി ഒരു കുറ്റപത്രം കിട്ടിയാൽ ട്രയൽ നടത്തി അതിലൊരു തീരുമാനമെടുക്കാനാണ്. ഇവിടെ ആ ട്രയൽ നടത്താതെ ഒരു തീരുമാനമെടുത്തിട്ടാണ് കുറ്റപത്രം റദ്ദ് ചെയ്തത്. അതിനെതിരെ ഹർജി കൊടുത്തിരിക്കുന്ന CBI ആണ്. മാത്രമല്ല, അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ഷാജഹാനാണ്. പിന്നെ ക്രൈമിന്റെ നന്ദകുമാർ, പത്രത്തിന്റെ പത്രാധിപർ ശ്രീ നന്ദകുമാറാണ്. അതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, CBI കൊടുത്ത ആ ഹർജിയിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു കാര്യമില്ലെന്ന് പറയരുത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിന് നഷ്ടമുണ്ടായി എന്ന് CAG കണ്ടെത്തിയ ഒരു കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് കാര്യമില്ലെന്ന് പറയരുത്. 2014 ഫെബ്രുവരിയിൽ കേരള ഗവൺമെന്റ് ഇതിനകത്ത് കക്ഷി ചേർക്കണമെന്ന് പറഞ്ഞ ഹർജി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കേരള ഗവൺമെന്റ് ഇതിൽ കക്ഷിയാണ്. മാത്രമല്ല, ഇതിനകത്ത് മറ്റ് 2 പേര് കൊടുത്തതിൽ
എതിർകക്ഷിയുമാണ്. ഇന്നത്തെ കാര്യം എടുക്കാം, നമുക്ക് ഇന്നത്തേക്ക് വരാം. ഇന്നെന്താ നടന്നത്? ഇതിനു മുമ്പ് നടന്നൊരു കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? വിചാരണ കോടതിയുടെ നടപടിയിൽ ദുരൂഹതയുണ്ട്, അതിൽ സംശയമുണ്ട്. അപ്പോൾ വിചാരണ നടത്തണമെന്ന് ഇന്ന് വിധി പറഞ്ഞ അതേ ജഡ്ജി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇന്ന് CBIയോട് ഈ ഹർജി പരിഗണിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഞങ്ങൾക്ക് സാവകാശം വേണം, 2 മാസത്തെ സമയം വേണം. അപ്പോൾ CBI എന്തുകൊണ്ടാണ് ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത്? സംസ്ഥാന ഗവൺമെന്റ് ഒരു വിചാരണ നടത്തി ഇതിന് അന്തിമമായ തീർപ്പ് കൽപ്പിക്കണമെന്ന് പറയുന്നു. അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ലതാ, പിണറായി വിജയന് നല്ലതാ. ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിന് പകരം ഒരു വിചാരണ നടത്തി അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടെത്തുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഇതിന്റെ മെറിറ്റിലേക്ക് തന്നെ പോയാൽ വിചാരണ കോടതിയുടെ നടപടിയുടെ സസ്റ്റൈനബിലിറ്റിയിൽ നിലനിൽപ്പിൽ സംശയം പ്രകടിപ്പിച്ച ജസ്റ്റിസ് ഉബൈദിന്റെ വിധി ഇന്നലത്തെ പോലെ നമ്മുടെ മുന്നിലുണ്ട്. ഗവൺമെന്റ് പറയുന്നതിൽ ദർ ഈസ് സം സബ്സ്റ്റൻസ് എന്ന് ഇതേ ജസ്റ്റിസ് ഉബൈദ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ഒരു വിഷയം സർക്കാരിൻ്റെ ഖജനാവിന് നഷ്ടം വന്നു എന്ന് ഗവൺമെൻറ് പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് കണ്ട ജസ്റ്റിസ് ഉബൈദ് ഇപ്പോൾ സർക്കാരിൽ രാഷ്ട്രീയ താല്പര്യം ആരോപിക്കുന്നത് എങ്ങനെയാണ് സ്വന്തം വിധിക്ക് ഘടകവിരുദ്ധമായ മറ്റൊരു വിധി ഒരു ജഡ്ജിക്ക് പുറപ്പെടുവിക്കാനാവുക? ഈ ചോദ്യം താങ്കൾ ചോദിച്ചത് പരസ്പര വിരുദ്ധമായ വിധികൾ പറഞ്ഞു എന്നൊരു ധ്വനി വന്നിരിക്കുന്നു. ഒരിക്കലും അല്ല. ആദ്യം അദ്ദേഹം പറഞ്ഞ ഓർഡർ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 2014 കക്ഷി ചേരാൻ വേണ്ടിയിട്ട് സർക്കാർ പരാതി കൊടുത്തിരുന്നത്. 2 വർഷം അവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ജനുവരി 15 തീയതി ഇരുന്ന് 2016 ജനുവരി 15 തീയതി ഇരുന്ന് അടിയന്തര ഹിയറിംഗ് വേണമെന്നുള്ള സമീപനവുമായിട്ട് കോടതിയെ സമീപിക്കുമ്പോൾ സർക്കാരിനെ കക്ഷി ചേർക്കുന്ന പെറ്റീഷൻ അലോ ചെയ്തിട്ട് കേൾക്കുന്ന കാര്യത്തിൽ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ പോസ്റ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോഴും അടിയന്തര സ്വഭാവമുണ്ട്, ഉടനെ ഞങ്ങൾ കേൾക്കാമെന്ന രീതിയിലൊന്നും കോടതി ഒരു നടപടി എടുത്തിട്ടില്ല. ഇന്ന് കേസ് വന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം എല്ലാവരുടെ വാദം കേട്ടു. പക്ഷെ നിർഭാഗ്യവശാൽ സർക്കാരിന് വേണ്ടി പരാതി കൊടുത്ത ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ശ്രീ ആസിഫ് അലി കോടതിയിലില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗം പറയാൻ വേണ്ടിയിട്ട് 2 ഗവൺമെന്റ് ബിൽഡേഴ്സ് ജൂനിയേഴ്സ് അവരായിരുന്നു വന്നിരുന്നത്. അദ്ദേഹത്തിന് മറ്റു കോടതിയിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് എൻഗേജ്മെന്റ് ഉണ്ടാകാം, മനഃപൂർവ്വം വരാനാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ പെറ്റീഷൻ കൊടുത്തതിന്റെ പുറകില് സർക്കാരിന്റെ അല്ലെങ്കിൽ ശ്രീ ആസിഫ് അലിയുടെ രാഷ്ട്രീയപരമായ ഒരു തീരുമാനമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ലാവ്ലിൻ കേസ് എടുത്തിട്ട് വീണ്ടും റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ വിരൽ ചൂണ്ടുന്നത് ശ്രീ പിണറായി വിജയന് ജനറൽ ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരെ. 1. 2, അതിനെ രാഷ്ട്രീയപരമായി നമുക്ക് അലക്കാൻ ഉപയോഗിക്കാം. നമുക്ക് രാഷ്ട്രീയ തലങ്ങളിലേക്ക് ചർച്ചയ്ക്ക് എനിക്ക് ഒന്നാമത് അത്ര രാഷ്ട്രീയ വിലയിരുത്തൽ എനിക്ക് സാധ്യവുമല്ല, ഞാൻ മുതിരുന്നില്ല. നിയമത്തിന്റെ പരിപ്രേക്ഷത്തിലൂടെ നോക്കുന്ന സമയത്ത് CBI ആണ് ഈ കേസ് അന്വേഷിച്ചതും ചാർജ് ഷീറ്റ് കൊടുത്തതും ഒക്കെ. CBIയുടെ വിശ്വാസ്യത അല്ലെങ്കിൽ അവർ ഇതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പക്ഷം പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കളിക്ക് വിധേയമായി എന്നുള്ള വിലയിരുത്തലേക്ക് ഞാൻ പോകുന്നില്ല. അത് അവരുടെ നിലപാട് എന്തോ ആയിക്കൊണ്ട് പോട്ടെ. പക്ഷെ കോടതിയിൽ ഈ അടിയന്തര ഹിയറിംഗ് വേണമെന്ന പെറ്റീഷൻ കൊടുത്തത് സർക്കാരാണ്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് അടിയന്തര സ്വഭാവത്തിന് കൊടുത്ത പെറ്റീഷൻ കോടതിയിൽ വരുന്ന സമയത്ത് അവരുടെ ഡിഫൻസ് അല്ലെങ്കിൽ അവർക്ക് പറയേണ്ട പ്രതിരോധം കോടതിയെ അറിയിക്കാനുള്ള ബാധ്യത നിയമപരമായിട്ട് DGPക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഇത്രയും രാഷ്ട്രീയമാനവും മറ്റു പല പ്രത്യേകതകളുള്ള ഒരു കേസ് എന്ന നിലയിൽ. അപ്പൊ അവിടെ സർക്കാരിന്റെ ജൂനിയർ ആയിട്ടുള്ള ഗവൺമെന്റ് ബിൽഡേഴ്സ് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇനി നമ്മൾ കോടതി 2 മാസം കഴിഞ്ഞിട്ട് കേൾക്കാമെന്ന് പറഞ്ഞു വെച്ചതിൽ നമ്മൾ ഇത്ര ആകുലരാകേണ്ട കാര്യം എന്താണ്? ഇത്രയും കാലം ലാവ്ലിൻ കേസിൽ ഒരാകുലതയുമില്ല അഡ്വക്കേറ്റ് ശിവ മഠത്തിൽ. പക്ഷെ അക്കാര്യത്തിൽ കോടതി തന്നെ ഒരു വിധി പറയുകയും അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു വിധി വരുമ്പോൾ സ്വാഭാവികമായ രീതിയിലുള്ള ചർച്ചയാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന കാര്യത്തിൽ ഒരു കൊച്ചുകുട്ടിക്ക് പോലും തർക്കമുണ്ടാകില്ല. അതാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നിങ്ങൾക്ക് വലിയ തോതിൽ പിഴച്ചത്. ഞാൻ മടങ്ങിയെത്താം, താങ്കൾക്ക് അവസരം തരാം. ബാർഗോഴ, സോളാർ ഗോഴ, നിങ്ങളങ്ങനെ അഴിമതിയുടെ വലിയ കുഴിയിൽ ഇങ്ങനെ പൂണ്ട് കിടക്കുകയായിരുന്നു, ചളിക്കുണ്ടിൽ പൂണ്ട് കിടക്കുകയായിരുന്നു. അപ്പോഴാണ് നേരത്തെ വ്യത്യസ്ത ഏജൻസികൾ അന്വേഷിച്ച് കഴമ്പില്ല എന്ന് കണ്ടെത്തിയ ഒരു കേസ് അവിടെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവകുപ്പിൻ്റെ, റവന്യൂ വകുപ്പിൻ്റെ, എന്തിന് ആഭ്യന്തര മന്ത്രിയുടെ പോലും അനുവാദമില്ലാതെ ഒരു ആസഫ് അലി ചെന്ന് അവിടെ റിവിഷൻ നേരത്തെ എടുക്കണം എന്നാവശ്യപ്പെടുകയാണ്. ഇമാതിരിയൊക്കെ
സ്വാഭാവികമായും ഒരു കേസ് നേരത്തെ എടുക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്തമായ വകുപ്പുകൾ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ആ നിലയിൽ പേപ്പറുകൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ നിയമപ്രകാരമാണ് സ്വാഭാവികമായും ബെഞ്ചുകളിലേക്ക് എത്തുക. അതിൽ നിന്ന് വ്യത്യസ്തമായി ജമ്പ് ചെയ്ത് ഒരാളുടെ താല്പര്യം മാത്രം കൊണ്ട് കോടതികളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള വിധികളല്ലേ കിട്ടൂ? ഞങ്ങളുടെ ഗവൺമെൻറ് കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷം പൂർത്തിയാകാൻ ഇനി 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 5 വർഷക്കാലവും ആരോപണങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു കേരളത്തിൽ. ഈ ആരോപണം ഉന്നയിച്ച ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ആരോപണത്തിന് അടിസ്ഥാനമുണ്ടെന്നോ തെളിവുണ്ടെന്നോ സ്ഥാപിച്ച് ഞങ്ങളെ അതിനകത്ത് ഒരു അക്യൂസ്ഡ് എന്നുള്ള നില മാറ്റി ഒരു കൾപ്രിറ്റ് ആണെന്ന് സ്ഥാപിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഇവിടെ ആരോപണ വ്യവസായത്തിന് മുതൽ മുടക്ക് വേണ്ട. അതുകൊണ്ട് ഇവിടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നിലനിൽക്കുന്നൊരു രാജ്യത്ത് ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അതിന് അടിസ്ഥാനം വേണം, തെളിവ് വേണം. അടിസ്ഥാനവും തെളിവില്ലാത്ത ആരോപണം ആർക്കും ഉന്നയിക്കാം. അതുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നത് അടിസ്ഥാനവും തെളിവില്ലാതെ ആരും അത് മൈൻഡ് ചെയ്യത്തില്ല. ഇവിടെ ഒരു കാര്യം പറയാം, പറയുന്നത് ഈ ഗവൺമെന്റ് നേരിട്ടത്ര ഹൈക്കോടതി വിമർശനങ്ങൾ, ഈ ഗവൺമെന്റ് നേരിട്ടത്ര അഴിമതി ആരോപണങ്ങൾ, അതിന്മേലുള്ള കോടതി നടപടികൾ കേരളത്തിന്റെ ചരിത്രത്തിൽ എന്നല്ല ഇന്ത്യയിലെ ചരിത്രത്തിൽ ഏതെങ്കിലും ഗവൺമെന്റിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഉദാഹരണ സഹിതം വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ചില പ്രവണതകൾ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്നുണ്ട്. കാരണം ഒരു ജഡ്ജിയുടെ മുമ്പിൽ ഒരു കേസ് ഡയറി വന്നാൽ ആ കേസ് ഡയറി വിചാരണയ്ക്കെടുക്കുമ്പോൾ അവർ നടത്തുന്ന പരാമർശങ്ങൾ, അവർ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ, അവർ നടത്തുന്ന നിരീക്ഷണങ്ങൾ അത് രാഷ്ട്രീയവൽക്കരിക്കാനും തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ അപമാനിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ഉപയോഗിക്കുന്നു. അതാണ് ഇങ്ങനെ ഒരു വിധി ഗവൺമെന്റിന് ഉണ്ടായിട്ടില്ല എന്ന് പറയുക, അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ജുഡീഷ്യറിയിൽ കുഴപ്പമുണ്ടെന്ന് പറയുക ശരിയല്ല. ശ്രീ ജേക്കബ് ജോർജ്, CPM രാഷ്ട്രീയത്തിൽ ഇതെന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഞാനിത് ചോദിക്കാൻ കാരണം പിണറായി മത്സരിക്കുന്നുണ്ടെങ്കിൽ താനില്ല എന്ന് VS പറഞ്ഞതായ ഒരു ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് അടിസ്ഥാനരഹിതമാണെന്നും ഈ ഘട്ടത്തിൽ അത് പ്രസക്തമല്ല എന്നും ശ്രീ VS അച്യുതാനന്ദൻ വാർത്താക്കുറിപ്പിറക്കി. അതായത് പിണറായി വിജയൻ പ്രതി ചേർക്കപ്പെടുകയാണെങ്കിൽ അപ്പോൾ ചില കാര്യങ്ങൾ പ്രസക്തമാകും എന്ന സൂചന അതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ അഗ്നിശുദ്ധി വരുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തർക്കമുണ്ടാകില്ല, പിണറായി വിജയനായിരിക്കും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായ തീരുമാനമെടുക്കാം, പാർട്ടിയുടേതായ തീരുമാനമുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്, സോളാറ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിരോധമായിട്ടാണ് ലാവ്ലിൻ ഉയർത്തിക്കൊണ്ടത്. ഇനിയൊരു ചർച്ചയില്ല. ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ടെലിവിഷൻ ചർച്ചകളില്ല. പത്രങ്ങൾ നാളെ രാവിലെ ഒരു 3 കോളം വാർത്ത കൊടുക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് SNC ലാവ്ലിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൗവനമില്ല, കാലാവധിയില്ല. എങ്ങനെയാണ് ഈ കേരള രാഷ്ട്രീയത്തെ ഇത് ബാധിക്കാൻ പോകുന്നത്? നികേഷ്, ഈ കേസ് കേരള ഗവൺമെന്റ് ഹൈക്കോടതിയിൽ കൊടുത്ത ഈ കേസ് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നത് അത് CPMന് സഹായകമായി വന്നു. ഗവൺമെന്റിന് തിരിച്ചടി എന്നല്ലേ നാളത്തെ പത്രങ്ങളിൽ വരാൻ പോകുന്ന വാർത്ത. ഇന്ന് ചാനലുകൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തെ രാഷ്ട്രീയം, അതെങ്ങനെ ഗവൺമെന്റിന് എതിരായിട്ട് വരുന്നു എന്നുള്ളതല്ലേ. തീർച്ചയായിട്ടും ഇത് പ്രായോഗികമായി നോക്കുമ്പോഴത്തേക്ക് CPMനും പിണറായി വിജയനും പ്രത്യേകിച്ചും അനുകൂലമായിട്ട് വരികയാണ്. ഇപ്പം ആസിഫ് അലി കേരള ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. ആ പ്രസിഡന്റ് കേരള ലോയേഴ്സ് കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനയായ കേരള ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് ഈ CBI കോടതി വിധിക്കെതിരെ അദ്ദേഹം അപ്പീൽ കൊടുത്തത് ഹൈക്കോടതിയിൽ. അദ്ദേഹം പിന്നീട് കേരളത്തിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ആയി. അങ്ങനെയായി അപ്പോൾ ഔദ്യോഗിക പദവി വഹിച്ചുകൊണ്ട് അദ്ദേഹം ഗവൺമെന്റിന് വേണ്ടി കൊടുക്കുന്നു. ഞാൻ പണ്ട് കൊടുത്ത കേസ് ഈ കോടതി പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട്, നേരത്തെ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട്, ഒരു നീതിബോധത്തിന്റെ, ഒരു നീതിയുടെയും ന്യായത്തിന്റെയും ഒരു അംശമെങ്കിലും ആ അഭിഭാഷകന്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ, അദ്ദേഹം ഇട്ടിരിക്കുന്ന ഗൗണിനോട് അദ്ദേഹത്തിന് ബഹുമാനവും പ്രതിപത്തിയും ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നടപടി സ്വീകരിക്കുമായിരുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഇത് തന്നെ കാണിക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായി ഒരു വ്യക്തി. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു,
ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഈ കാര്യം പത്രത്തിൽ നിന്നാണ് വായിച്ചത്. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആസിഫിന്റെ തല്ലിൽ അന്നേ വെച്ച് കിട്ടി. ശ്രീ PM മനോജ്, പിണറായി വിജയനെ ഒഴിവാക്കുക തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു 2.5 വർഷം ഇത് പൊടിപിടിച്ച് കിടന്നിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വന്നത്. അതിൽ CPM-ലെ ചിലർക്കും പങ്കുണ്ടോ? CPM-ലെ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ സംഭവിക്കുക. ഒരു കാര്യം സത്യമാണ്, പിണറായി വിജയനെ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് നിന്ന് ഒഴിവാക്കുക, പിണറായി വിജയനെ രാഷ്ട്രീയത്തിൽ തന്നെ നിഷ്കാസനം ചെയ്യുക എന്നൊരു ലക്ഷ്യം ഇതിലുണ്ടായിരുന്നു. അത് പിണറായി വിജയൻ എന്ന വ്യക്തിയോടുള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് CPIM-നെ, കേരളത്തിലെ CPIM-നെ നയിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹമാണെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് രാഷ്ട്രീയമായി ഒന്നും ചെയ്യാനും പറയാനും ഇല്ലാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടുമ്പോഴാണ് ഇത്തരം വളഞ്ഞ വഴി പലരും സ്വീകരിക്കുന്നത്. നമുക്കറിയാം, മുത്തങ്ങ സമരത്തിന്റെ ഘട്ടത്തിലാണ് ഇതിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞ് ഓരോ ഘട്ടവും, ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഔട്ട് ഓഫ് അജണ്ടയായി വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് വന്ന് പ്രോസിക്യൂഷൻ നടപടി തുടങ്ങി. ആ തുടങ്ങിയപ്പോൾ അതുവരെ അന്വേഷിച്ചത് മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ഉപേന്ദ്രവർമ്മയെ പുറത്താക്കിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇത് CBIക്ക് വിട്ടത്. അത് കഴിഞ്ഞ് സംസ്ഥാന മന്ത്രിസഭ തന്നെ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. സാധാരണഗതിയിൽ മന്ത്രിസഭയുടെ തീരുമാനം അനുസരിക്കാൻ ബാധ്യതപ്പെട്ട ഗവർണർ, ആ ഗവർണറെ കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റൊരു റിപ്പോർട്ട് എഴുതിച്ചത്, മറ്റൊരു തീരുമാനം എടുപ്പിച്ചത്. എല്ലാം അസ്വാഭാവികത. എന്നാൽ ഈ കേസ് ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് ജുഡീഷ്യറിയുടെ മുന്നിൽ വന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഈ നേരത്തെ നികേഷ് തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ, ഉമ്മൻചാണ്ടിക്കെതിരെ, ഈ സംസ്ഥാനത്തെ മന്ത്രിമാർക്കെതിരെ കോടതികൾ നിരന്തരം നടത്തുന്ന പരാമർശങ്ങൾ നമുക്കറിയാം. അത്തരം ഏതെങ്കിലും ഒരു പരാമർശം, അല്ലെ ആ പരാമർശത്തിന്റെ 100-ൽ 1 അംശം പോലും പിണറായി വിജയനോ ഈ കേസിൽ മറ്റാർക്കെങ്കിലും എതിരെയോ ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇന്ന് ചർച്ച ചെയ്യുമായിരുന്നു. അത്രയും വിജിലൻ്റായി ഈ കേസിൽ പിണറായി വിജയനെതിരായി എന്തെങ്കിലും ഒരു പരാമർശം എങ്കിലും ഉണ്ടാക്കണം എന്ന ശ്രമമാണ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി കേരളത്തിൽ നടക്കുന്നത്. ഓരോ ഘട്ടത്തിലും അത് പരാജയപ്പെട്ടിട്ടുള്ള യഥാർത്ഥത്തിൽ CBIയുടെ നിലപാടിനോട് അതൃപ്തി താങ്കൾ പ്രകടിപ്പിച്ചല്ലോ. CPM-ഉം പിണറായി വിജയനും BJP-യും തമ്മിലൊരു ധാരണയായോ? ഈ കേസിൽ എന്നെ സഹായിച്ചു തന്ന നിങ്ങൾക്ക് മറ്റ് സഹായങ്ങൾ ഞാൻ അങ്ങോട്ട് തരാമെന്ന്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിക്കേണ്ട ആരോപണമാണ്. അദ്ദേഹം ഉന്നയിക്കുന്നതിൽ അലംഭാവം കാണിച്ചതുകൊണ്ട് ഞാൻ ഉന്നയിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ജനം വിശ്വസിക്കില്ല എന്ന് അദ്ദേഹത്തിന് 100% ബോധ്യമുള്ളത് കൊണ്ട് പറയാത്തായിരിക്കാം. ഇല്ലെങ്കിൽ ഉണ്ണിത്താൻ പണ്ടേ പറയേണ്ടതാണ്. പറയാൻ ഉണ്ണിത്താൻ ആരും പഠിപ്പിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആരും അദ്ദേഹത്തെ പഠിപ്പിക്കുകയും വേണ്ട. പ്രധാനപ്പെട്ട വിഷയം CBIയുടെ വക്കീലന്മാർ സ്വീകരിച്ച സമീപനമാണ്. ആ സ്വീകരിച്ച സമീപനത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് CBI ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. വക്കീലന്മാർ എന്ന ഹൈക്കോടതിയിൽ സ്വീകരിച്ച സമീപനം, ഒന്ന്, ഈ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വരുമെന്ന് പറഞ്ഞാൽ അഡീഷണൽ സോളിസിറ്റർ ജനറലെ വരുത്തേണ്ട ബാധ്യത ഈ ഹൈക്കോടതിയിൽ ഹാജരാക്കുന്ന CBI അഭിഭാഷകന്മാർക്കുള്ളതല്ലേ? അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ദുരൂഹതയുണ്ട്. നേരത്തെ ഓരോ ഘട്ടത്തിലുള്ള ദുരൂഹതയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ നേരത്തെ നികേഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇതിപ്പോ ഇന്നത്തെ 10 മണിയോടുകൂടി ഇത് അവസാനിച്ചു, നാളത്തെ ഒരു 3 കോളം വാർത്തയോട് അവസാനിച്ചു. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രശ്നം തിരുവനന്തപുരത്തെ CBI കോടതി കൃത്യമായിട്ട് വിചാരണ ചെയ്യാതെ, വാദപ്രതിവാദം പൂർത്തിയാക്കാതെ, മേൽക്കോടതി നിങ്ങളുടെ കയ്യിലാണ് CBI ഉള്ളത്. 2.5 വർഷക്കാലം നിങ്ങൾ ആ പൊടി പൊടിച്ച് കേസ് കിടക്കുന്ന കേസ് തൊട്ടിട്ടില്ല. കേരള ഗവൺമെന്റിന് നേരത്തെ കക്ഷി ചേരാമായിരുന്നു, കക്ഷി ചേർന്നിട്ടില്ല. എന്നിട്ടിപ്പോൾ ഒരു കോടതി വിധി ശരിയല്ല എങ്കിൽ അതിനെ ചോദ്യം ചെയ്യേണ്ടത് മേൽക്കോടതിയിലാണ്. മേൽക്കോടതി പോയപ്പോൾ മേൽക്കോടതി പറയുകയാണ് ഇതിൽ രാഷ്ട്രീയ പ്രേരിതമുണ്ട്. നമ്മൾ കോടതി പറയുന്നതല്ലേ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. കോടതിയുടെ ഉള്ളിൽ കയറി, ഹൃദയത്തിനകത്ത് കയറി, അല്ലെങ്കിൽ വായ്ക്കകത്ത് കയറി നമുക്ക് ചർച്ച നടത്താൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ തീരുമാനത്തിലെത്താൻ കഴിയില്ലല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അനുമാനിക്കാനാകില്ലല്ലോ. രണ്ടും ചർച്ച ചെയ്യേണ്ടത് നികേഷേ. കോടതി പറഞ്ഞ ഒരു കാര്യം മാത്രമല്ല, അല്ലല്ല, കോടതി 2 കാര്യം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, വിചാരണ കൂടാതെ ഈ കേസിൽ പിണറായി വിജയനെ കുറ്റവിമുക്തമാക്കിയതിനെ കുറിച്ച് ഒരു കമന്റ് ആദ്യം പറഞ്ഞു. അതാണല്ലോ കേസിന്റെ മെറിറ്റ്. അല്ല നികേഷ്, ഈ CBIക്കാണല്ലോ ഈ കേസ് ഞെക്കിപ്പഴിപ്പിച്ച കേസാണ്. ഇതിൽ യാതൊരു കാര്യവുമില്ല എന്ന് കൃത്യമായി അറിയുന്ന കൂട്ടർ CBI ആണ്. ആ CBIക്ക് ഒരു കോടതിക്ക് മുന്നിലും ഈ കേസ് നിലനിൽക്കില്ല എന്ന ബോധ്യം ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും അവർ ഇത്രമാത്രം വലിയൊരു നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടണം. ഇപ്പം തന്നെ വിചാരണ കോടതിയിൽ കേസ് നടക്കാതെയല്ലോ, ആ കോടതിയുടെ മുന്നിലെത്തിയ എല്ലാ തെളിവുകളും നിശിതമായി പരിശോധിച്ച് വാദവും പ്രതിവാദവും കേട്ട ശേഷമാണല്ലോ ആ കോടതി തീരുമാനം എടുത്തത്.
അത് അപ്പൊ ചക്കക്കുരു കോടതിയിൽ ചുട്ടെടുക്കുന്ന പോലെ നിലനിൽക്കാത്ത ആയിരുന്നില്ല. charges. ആ എല്ലാ charges എല്ലാ ന്റെ എല്ലാ പേരിൽ എല്ലാ മറ്റ് കക്ഷികളുടെയും മേൽക്കോടതിയിൽ വാദം നിന്നും കേട്ടതിന് നാണം ശേഷമാണ് കെടുത്തിട്ടില്ല. വിചാരണ കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. അതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ചർച്ചയും നടക്കാൻ പോകുന്നില്ല. ശ്രീ എം ടി രമേശ്, താങ്കൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും തുടരുക. നന്ദി എല്ലാവർക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ, PM മനോജ്, MT രമേശ്, ജേക്കബ് ജോർജ്, KM ഷാജഹാനെ ശ്രമിച്ചിരുന്നു, ലഭിച്ചിട്ടില്ല.